simple future. First one is simple future. Second one is future continuous. Future continuous. Third, future perfect. Fourth, future perfect continuous. Simple future, future continuous, future perfect, and future perfect continuous. So firstly we can take simple future. എന്താണ് simple future? സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആദ്യത്തെ വിഭാഗമാണ്. ഫ്യൂച്ചർ ടെൻസിൻ്റെ ആദ്യത്തെ വിഭാഗമാണ്. അപ്പം സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടക്കുമെന്ന് സൂചിപ്പിക്കണം. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടക്കും. ഞാൻ നാളെ മാർക്കറ്റിലേക്ക് പോകും, ഞാൻ നാളെ എന്തെങ്കിലും ചെയ്യും, ഞാൻ അടുത്ത മാസം ഒരു മൊബൈൽ ഫോൺ വാങ്ങും, ഞാൻ വരുന്ന വർഷം ഒരു കാർ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറാണ്. അതായത് വരാൻ പോകുന്ന കാലത്ത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടക്കുമെന്ന് കാണിക്കാനാണ്. സിമ്പിൾ ഫ്യൂച്ചർ ഈസ് used to express an action which will happen in future. സംഭവിക്കും, ഒരു പ്രവൃത്തി സംഭവിക്കുമെന്ന് പറയാം. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി സംഭവിക്കും. ഇതിലുപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഷാളാണ്, വിൽ ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഷാൾ എന്നും വിൽ എന്നും ഉപയോഗിക്കുന്നു. സാധാരണഗതിയിൽ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഷാള്, സബ്ജക്റ്റ് വി ആണെങ്കിലും ഷാൾ. വിൽ എന്നുള്ളത് ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഷാൾ ഉപയോഗിക്കുന്നത് ഐയുടെയും വിയുടെയും കൂടെ ആണെങ്കിൽ വിൽ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. ഇപ്പോൾ വെർബിൻ്റെ എത്രാമത്തെ ഫോമാണ്? വെർബിൻ്റെ ആദ്യത്തെ ഫോം ഉപയോഗിക്കുന്നത്. ദ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ക്യാൻ ബി യൂസ്ഡ്. സി, ഉദാഹരണം. I shall come here. I shall come here tomorrow. I shall come here tomorrow. How can you change this sentence into negative? I shall not. I shan't. And I shall not. The first form of the verb can be used. I shall not come here tomorrow. I shall not come here tomorrow. So question, shall I come here tomorrow? Shall I come here tomorrow? Shan't I? Shall I come another? Shall I not come here tomorrow? Yes. Shall I come here tomorrow? Yes. Shall not I come here tomorrow? This also can be expressed with the help of this tense. അപ്പം ഐയുടെയും ബിയുടെയും കൂടെ സാധാരണഗതിയിലാണ് ഷാൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉറപ്പിനെ കാണിക്കാൻ വിൽ ഉപയോഗിച്ച് പറയുന്നു. എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും വിൽ ഉപയോഗിച്ച് പറയുന്നു. ഉറപ്പിനെ കാണിക്കാൻ ഷാളും. ഐയുടെ കൂടെ ബിയുടെ കൂടെ ഷാൾ,
സാധാരണഗതിയിൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ വില്ല്, പക്ഷേ ഉറപ്പിനെ കാണിക്കാൻ നേരെ മറച്ചു പോയി. ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരാൾ ഐ ഷാൾ കിൽ യു, അത്ര ഉറപ്പില്ല. ഐ വിൽ കിൽ യു എന്ന് പറയുമ്പോഴാണ് ഉറപ്പ് വരുന്നത്. വി ഷാൾ ടേക്ക് ദ ഓറഞ്ച്, ഞങ്ങൾ ഓറഞ്ച് എടുക്കും, ഉറപ്പില്ല. വി വിൽ ടേക്ക് ദ ഓറഞ്ച്, അതിനാണ് കുറച്ചും കൂടി ഉറപ്പ്. മറ്റൊരു ഉദാഹരണം പറയുമ്പോൾ കാമുകൻ കാമുകിയോട് പറയാണ് ഐ ഷാൾ മാരി യു. സ്വാഭാവികമായിട്ടും ഗ്രാമർ പഠിച്ച കാമുകനോട് പറയുന്നു, ചേട്ടൻ ഷാളിന് പകരം വിൽ ഉപയോഗിച്ച് പറയും. അപ്പം കാമുകൻ പറയും ഐ വിൽ മാരി യു. അപ്പോൾ കാമുകി പറയുന്നത് എനിക്ക് വളരെ സന്തോഷമായി എന്നാകും. അപ്പോൾ അതുപോലെ എന്താണ്, ഉറപ്പിനെ കാണിക്കാനാണ് നമ്മൾ വില്ല് ഐയുടെയും ബിയുടെയും കൂടെ ഉപയോഗിക്കുന്നത്. ഷാൾ എന്നുള്ളത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നു. ഐ ഷാൾ purchase a car next month. I shall purchase a car next month. So ഐയുടെ കൂടെ വില്ലാണ്, ഷാളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം വില്ല് ഉപയോഗിക്കുമ്പോൾ ഉറപ്പാണ് കാണിക്കുന്നത്. ഐ വിൽ പർച്ചേസ് എ കാർ നെക്സ്റ്റ് മന്ത്. ഇറ്റ് ഈസ് ഷുവർ ഐ വിൽ പർച്ചേസ്. സോ ദിസ് ക്യാൻ ഓൾസോ ബി സെഡ്. സോ ഐ വിൽ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ആക്കാൻ ഐ വിൽ നോട്ട് പർച്ചേസ് എ കാർ next month. So will I purchase a car? Will I purchase a car next month? Will I purchase a car next month? How can you change this sentence? Also want. Will ennulla will I ennulla want and will not ennulla want. Want I purchase a car next month? Question ആണ്. This also can be expressed with. അപ്പോൾ ഐയുടെയും ബിയുടെയും കൂടെ സാധാരണഗതിയിൽ ഷാൾ എന്നും ബാക്കിയുള്ള എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ വിൽ എന്ന് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, we shall take the book. We shall take the book next Monday. We shall take the book next Monday. How can you change the sentence into negative? We shall not take the book next Monday. We shall not take the book next Monday. Question: shall we take the book next Monday? Shall not we take the book next Monday? Okay, these also can be expressed with the help of simple future. ഇപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടക്കും എന്ന് പറയാണ്. ഷാളും വില്ലും ആണ് ഇതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്. സാധാരണഗതിയിൽ ഉറപ്പിനെ കാണിക്കാൻ, നേരെ മറിച്ചു. അടുത്തത് ദേയുടെ കൂടെ വില്ലാണ്. ദേ വിൽ attend the meeting. They will attend the meeting. They will attend the meeting. Yes. How can you change this sentence into negative?
They will not. They will not attend the meeting. They will not attend the meeting. Will they attend the meeting? Will they attend the meeting? Next. Won't they attend the meeting? Won't they attend the meeting? Yes. So they will attend the meeting. Our meeting attend ചെയ്യും. They will not attend the meeting. Our meeting attend ചെയ്യില്ല. Will they attend the meeting? Our meeting attend ചെയ്യുമോ? Next. Won't they attend the meeting? Our meeting attend ചെയ്യില്ലേ? ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. യെസ് എന്നോ നോ എന്നോ ഉത്തരം കിട്ടും. യെസ്. Next, you. Subject is you. Kartavu, you are. You will. You will make a call. You will make a call. Next day. You will make a call next day. Yes. Negative. You will not make a call next day. Question. Will you make a call next day? Yes. Won't you make? Won't you make a call next day? Won't you make a call next day? So you will make a call next day. You will not make a call next day. Will you make a call next day? Won't you make a call next day? നിങ്ങൾ നാളെ ഒരു കോൾ വിളിക്കുമോ? വിളിക്കുമോ? വിളിക്കില്ലേ? വിളിക്കില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടക്കും. നെക്സ്റ്റ് ഡേ, ടുമാറോ, ഇത്തരം കാര്യങ്ങളാണ് ഇതിലെ ടൈം വേർഡ്സ്. നെക്സ്റ്റ്, ടുമോറോ, നെക്സ്റ്റ് മൺഡേ, നെക്സ്റ്റ് സാറ്റർഡേ, നെക്സ്റ്റ് time. Everything can be used with that perfect. Next. Yes. Plural. Ramu is a singular verb. Ramu will eat 2 chapatis. Ramu will eat 2 chapatis. Negative. Ramu will not eat 2 chapatis. Ramu will not eat 2 chapatis. Will Ramu eat 2 chapatis? Will Ramu eat 2 chapatis? Yes. Won't Ramu eat 2 chapatis? So here we can use, നമുക്ക് ഇവിടെ ഏതെങ്കിലും ടൈം വേർഡ് 2 chapatis. Next Monday. Next Monday. ഓക്കെ. ഭാവിയിലെ ഏതെങ്കിലും ഒരു ദിവസം, നെക്സ്റ്റ് ഡേ എന്നോ നെക്സ്റ്റ് മൺഡേ എന്നോ നമുക്ക്. ഓക്കെ. Ramu will eat 2 chapatis next Monday. Ramu will not eat 2 chapatis next Monday. Will Ramu eat 2 chapatis next Monday?
Okay. Want Ramu eat 2 chapatis next Monday? This is a negative question. This is positive. Answer will be the same, yes or no. Instead of Ramu, we can use plural subjects. Shaju and Krishna will continue the work next month. Ramu and Krishna will continue the work next month. So how can you change this sentence into negative? Shaju and Krishna will not എന്നുള്ളത് won't continue the work next month. Will not, will Shaju and Krishna continue the work next month? Question. Yes. Want Shaju and Krishna continue the work next month? Question. This Shaju and Krishna will continue the work next month. Shaju and Krishna won't, will not continue the work next month. Will Shaju and Krishna continue the work next month? Won't Shaju and Krishna continue the work next month? This is also a question. So lot of examples are there. See. He will rule the country. He will rule the country. This action will happen in future. How can you change this sentence into negative? He will not rule the country. He will not can be changed. Won't rule the country. Will he rule the country? Okay, we can also use time words. Next year. Okay, won't he rule the country next year? Won't he rule the country next year? Country next year. These are the questions we want to use. So first one is, he will rule the country next year. He will not rule the country next year. Will he rule the country next year? Won't he rule the country next year? These are also can be expressed with the help of simple future. Simple future എന്ന് പറയുന്നത് future tenseന്റെ ആദ്യ ഭാഗമാണ്. The first part of future tense. This tense is used to express an action which will happen in future. ഭാവിയിൽ സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ്. ഭാവിയിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഐയുടെയും ബിയുടെയും കൂടെ വില്ലെന്നും സാധാരണഗതിയിൽ നമ്മൾ ഷാളെന്നും ഉപയോഗിക്കുന്നു. ഷാൾ ഉപയോഗിക്കുന്നത് ഐയുടെയും ബിയുടെയും കൂടെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വിൽ ഉപയോഗിച്ചാണ് പറയുന്നത്. ഉറപ്പിനെ കാണിക്കാൻ നേരെ മറിച്ചു.